അസ്സലാമലൈക്കും. ഹാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തലേ തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു താളിയാണ് കേട്ടോ. താളി എന്നും പറയാം, പാക്ക് എന്നും പറയാം, എയർ പാക്ക് എന്നും പറയാം, താളി എന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഇതാ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാട്ടോ. ഇതുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല പഴുത്ത പഴമാവണം. അപ്പോൾ പഴുപ്പ് അധികമായതാണ് ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത്. അതാണ് ഈ കളർ. ഇതുണ്ട്. ഇത് നമ്മളെ മുടി എന്താ വെച്ചാൽ തീരെ കനല്ലാതെ വരുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ല മുറ്റായി നല്ല സ്ട്രോങ്ങിൽ വരാനും നല്ല കട്ടിയുള്ള മുടി ഉണ്ടാവാനും മുടിയില്ലാത്ത ആൾക്കാർക്ക് നല്ല ഒരു അടിപൊളി സാധനം. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് മാത്രമല്ല, കറ്റാർവാഴ ഉണ്ട് ഒരു കഷ്ണം, കുറച്ച് കാപ്പിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ ഏത് എണ്ണയാണോ നമ്മളെ തലയിൽ തേക്കണത് ആ എണ്ണ കുറച്ച് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ തലയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഇടാം, അല്ലെങ്കിൽ നോർമൽ ഇട്ട് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകണം. ഇതും ഒന്നും കൂടെ കഴുകിയെടുത്താട്ടോ, ഇതിൻ്റെ കറ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല പഴമാണ്, പക്ഷേ പഴുപ്പ് ഏറിയതാണ് നമുക്ക് വേണ്ടിയത്, പഴുക്കാത്ത നമുക്ക് പറ്റില്ല. ഇതുകൊണ്ട് നമുക്ക് മുഖത്തിടാനും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു അടിപൊളി സാധനം. അത് ഞാൻ പിന്നെ ഒരിക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ വലുതാണ്ടാച്ചിട്ട് നമ്മൾ ഇതിക്ക് മുറിച്ചിടുക ഈ ജാറിലേക്ക്. പഴങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ഗുണങ്ങൾ കൂടുതലുള്ള ഒരു പഴം അത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാ കുറച്ച് കാപ്പിപ്പൊടി, ഇപ്പോൾ ഇത്രയുണ്ട്, കുറച്ചും കൂടി ഇടണം. 2 കുഞ്ഞ് സ്പൂണിന് 2 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വേണ്ടിയിട്ടോ, ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ തേക്കാം, അത്ര അളവിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് കൂടി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ പഴം ഒന്ന് തന്നെ മതിയാവും. കാപ്പിപ്പൊടീൻ്റെ കാര്യം ഞാൻ പറയുന്നത്, കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ട് വരിക. കാപ്പിപ്പൊടി മുടിക്ക് നല്ല ഒരു സാധനമാണ്. മുടി വളരാനും പിന്നെ നല്ല കട്ടിയുള്ള മുടി ആവാനും ഒക്കെ പറ്റിയ ഒരു സാധനമാണ് കാപ്പിപ്പൊടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിക്ക് ലേശം തൈര് ഒഴിക്കുക. അപ്പോൾ ഞാൻ തൈര് ഒഴിക്കില്ല. അപ്പോൾ തൈര് വേണ്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഒഴിക്കട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന്നൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിക്ക് വെള്ളം ചേർത്തിയില്ല കേട്ടോ. വെള്ളം ചേർത്ത് നമ്മൾ 20 മിനിറ്റൊക്കെ ഇടുമ്പോഴത്തേന് ചിലപ്പം ചില ആൾക്കാർക്ക് വെള്ളം നീരിറങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിയിട്ടില്ല. ഇതിങ്ങനെ തലയിൽ തേക്കുക. ഇത് കണ്ടില്ല. ഇനി ഞാൻ കാച്ചിയ എണ്ണയത്. ഇത് കറ്റാർവാഴ, നെല്ലിക്ക, പിന്നെന്താണ് മൈലാഞ്ചി, കറിവേപ്പ്, പനിക്കൂർക്കലിൻ്റെ ഇല, തുളസിയില, ഒരു 5-6 മണി, കുരുമുളക്, ഇതൊക്കെ കൂടെ ഇട്ട് കാച്ചിയതാട്ടോ. അപ്പോൾ അലർജിക്കാർക്കൊക്കെ ഇങ്ങനത്തെ എണ്ണ കാച്ചിയാൽ നല്ലതാണ്. അപ്പോൾ മുടി ഉണ്ടാവാനും കട്ടി കൂടാനൊക്കെ ഈ എണ്ണയും നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് ഒഴിക്കേണ്ടത് ഇതിക്ക്. ഇത് ഞാൻ വെള്ളം കൂട്ടാതെ ഈ എണ്ണ ഒഴിച്ചാൽ ഒന്ന് ലൂസാക്കി എടുക്കണം.
നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി തേച്ച് നോക്കണ്ടി. നല്ല മുടി ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും, തിളക്കമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തട്ടയിടണവർക്ക് മുടി വേണ്ട എന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷേ തട്ടം തലയിൽ നിൽക്കണമെങ്കിൽ തലയിൽ കുറച്ച് മുടി വേണ്ടി വരും, എന്നാലേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഊർന്ന് ഇങ്ങനെ വീഴും. അപ്പോൾ അതാ ഇതണ്ടില്ലേ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി തേച്ചിട്ട് നിങ്ങൾ വിവരം കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാട്ടോ. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യണില്ല. എല്ലാവരും ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ്. പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുള്ളൂ. എന്നാലും ഞാൻ പറയാണ്, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇത് ഇടുന്ന ആളിപ്പോൾ എന്താണ് ഇവിടെ ഇല്ല, കളിക്കാൻ പോയതാണ്. വന്നിട്ട് വേണം തലേ തേച്ച് കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. ഇതാ അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു.